ഇന്ത്യ ചൈന അതിർത്തിയിലെ തന്ത്രപ്രധാന മേഖലകളിൽ അടിസ്ഥാന സൗകര്യ വികസനം കൂടുതൽ വേഗത്തിലാക്കുന്ന നിർണായക നീക്കവുമായി കേന്ദ്ര സർക്കാർ. ഇന്ത്യ, ചൈന, ഭൂട്ടാൻ എന്നീ രാജ്യങ്ങൾ അതിർത്തി പങ്കിടുന്ന ഡോക്ലാം മേഖലയ്ക്ക് സമീപത്തേക്ക് പുതിയ റെയിൽപാത നിർമ്മിക്കാൻ കേന്ദ്ര റെയിൽവേ മന്ത്രാലയം അനുമതി നൽകിയിരിക്കുകയാണ്. വടക്കൻ ബംഗാളിലെ ഗുനിയമോർ മുതൽ ജൽദഖ വരെയുള്ള 17 കിലോമീറ്റർ ദൈർഘ്യമുള്ള റെയിൽപാതകൾക്കായി തന്നെ 272 കോടി രൂപയാണ് അനുവദിച്ചിരിക്കുന്നത്. സിലിഗുരി MP രാജു വിസ്തയാണ് പദ്ധതിയുടെ വിശദാംശങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നതും. ഗുനിയമോറിൽ നിന്ന് ആരംഭിക്കുന്ന റെയിൽപാത ജൽപുരി അതേപോലെ തന്നെ കാലിപോങ് ഡിവിഷനുകളിലൂടെ തന്നെ കടന്നുപോകും. അതിർത്തി മേഖലയിലെ കണക്ടിവിറ്റി മെച്ചപ്പെടുത്തുക മാത്രമല്ല, ഡുവാർഡ് മേഖലയിൽ വിനോദസഞ്ചാരികളും ഈ പദ്ധതി വലിയ ഉണർവ് നൽകുമെന്നതാണ് ഇവിടെ വിലയിരുത്തപ്പെടുന്നത്. എന്നാൽ ഈ പദ്ധതിയുടെ യഥാർത്ഥ പ്രാധാന്യം വിനോദസഞ്ചാരികളിലേക്കല്ല, ദേശീയ സുരക്ഷയിലേക്കാണ് വിരൽ ചൂണ്ടുന്നത്. 2017 ഇന്ത്യയും ചൈനയും തമ്മിൽ 73 ദിവസം നീണ്ടുനിന്ന സൈനിക നേർക്കുനേർ ഏറ്റുമുട്ടലിന് സാക്ഷിയായ ഡോക്ലാം മേഖലയ്ക്ക് സമീപത്തേക്കാണ് ഈ റെയിൽപാത എത്തുന്നത്. അതിർത്തി മേഖലയിൽ ചൈന റോഡുകളും റെയിൽപാതകളും ഉൾപ്പെടെയുള്ള അടിസ്ഥാന സൗകര്യങ്ങൾ അതിവേഗം വികസിപ്പിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യയും സ്വന്തം തന്ത്രപ്രധാന കണക്ടിവിറ്റി ശക്തിപ്പെടുത്തുകയാണ് ഇവിടെ ചെയ്യുന്നത്. പ്രതിരോധ സേനയുടെ വേഗത്തിലുള്ള സൈനിക വിന്യാസം, ആയുധ ലോജിസ്റ്റിക് നീക്കം, അതിർത്തി മേഖലകളിലേക്കുള്ള ദ്രുതഗതിയിലുള്ള പ്രവേശനം എന്നിവ ലക്ഷ്യമിട്ടുള്ള ദീർഘകാല പദ്ധതിയുടെ ഭാഗമായാണ് ഈ റെയിൽപാതയെ കണക്കാക്കുന്നത്. ഭാവിയിൽ അതിർത്തിയെ ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെ ഇന്ത്യൻ റെയിൽവേ ആസൂത്രണം ചെയ്യുന്ന ഏകദേശം 200 കിലോമീറ്റർ നീളമുള്ള തന്ത്രപ്രധാന റെയിൽ ശൃംഖലയുടെ ആദ്യഘട്ട സൂചന കൂടിയാണ് ഇതെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. അത് മാത്രമല്ല, അവിടെ മൺസൂൺ അവസാനിച്ച ഉടൻ തന്നെ റെയിൽവേയും പശ്ചിമ ബംഗാൾ വനം വകുപ്പും സംയുക്തമായി തന്നെ സർവേ നടപടികൾ ആരംഭിക്കും. വനമേഖലയിലൂടെ തന്നെ കടന്നു പോകുന്ന പാതയെ ആയതിനാൽ തന്നെ പരിസ്ഥിതി അനുമതികളും സാങ്കേതിക പഠനങ്ങളും പൂർത്തിയാക്കിയ ശേഷമായിരിക്കും ഈ ഒരു നിർമ്മാണത്തിലേക്ക് കടക്കുക. നിലവിൽ പുരോഗമിക്കുന്ന സിവോക് രംഗ്പോ റെയിൽവേ പാതയ്ക്ക് പിന്നാലെ തന്നെ ഇന്ത്യ ചൈന അതിർത്തിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട രണ്ടാമത്തെ റെയിൽവേ പാത കൂടിയായിരിക്കും ഇത്. ദേശീയ സുരക്ഷയും അതിർത്തി വികസനവും ഒരുപോലെ തന്നെ മുൻനിർത്തിക്കൊണ്ട് ഇന്ത്യ നടപ്പാക്കുന്ന ഈ നീക്കം അത് ഡോക്ലാം മേഖലയിലെ തന്ത്രപ്രധാനമായ സമവാക്യങ്ങളിൽ നിർണായക മാറ്റങ്ങൾക്ക് വഴിവെക്കുമെന്ന് തന്നെയാണ് ഇവിടെ വിദഗ്ധരടക്കം വിലയിരുത്തപ്പെടുന്നത്. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.